ഹായ്, ഗുഡ് മോർണിംഗ് മക്കളെ. ഇന്ന് ചേച്ചി വന്നത് ഒരു ദോശയ്ക്കുള്ള ഒരു ചമ്മന്തി ആയിട്ടാണ്. എല്ലാവരും കാണണം, ചേച്ചിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ പറയണ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ കാര്യത്തേക്ക് കിടക്കാം. അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു സബോള ഒരു തക്കാളി എടുത്തിരിക്കുന്നു ചേച്ചി കേട്ടോ. പിന്നെ നമ്മുടെ വറ്റൽമുളക് ആവശ്യത്തിന് പറഞ്ഞാൽ കുറച്ച് മറ്റേ കറുവേപ്പില, 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ്. അത് ചേച്ചി ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് തുടങ്ങാം. നമ്മൾ ആവശ്യത്തിന് എണ്ണ കേട്ടോ, അത്ര മതിയാവും. നമുക്ക് ആദ്യം മുളകിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് വറുത്തെടുക്കണം. ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് മക്കളെ. ഇത് ചേച്ചി ഉണ്ടാക്കുന്ന ഇങ്ങനെ ചെറിയ എന്താ പറയുക, ഒരുപാട് കരിയാൻ പാടില്ല ഇത് സംഭവം. അപ്പോൾ മുളക് എടുത്തു കേട്ടോ. ഇനി നമുക്ക് കറുവേപ്പില ഇടാം. കറുവേപ്പില ഒന്ന് നല്ലപോലെ ഒന്ന് ഇതാവണം. ഈ കറുവേപ്പില നമ്മുടെ വയറ്റിലേക്ക് ഒരുപാട് നല്ലതാണ്. നമ്മൾ ഈ ചട്നി മാത്രമായിട്ട് ഈ ദോശയ്ക്ക് തിന്നുമ്പോഴേ ഇതിലിപ്പോൾ ഉള്ളി വരുന്നുണ്ട്, കറുവേപ്പില വരുന്നുണ്ട്, തക്കാളി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തേക്ക് നല്ലതല്ലേ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കാണണം കേട്ടോ മക്കളെ. ഒരുപാട് വലിച്ചു നിട്ടു. ചേച്ചി ചെയ്യുന്ന വീഡിയോ ഒന്നും നന്നല്ലാന്ന് ചേച്ചിക്ക് അറിയാടാ. പിന്നെയും ചേച്ചി പറയാ. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ചേച്ചി ഉണ്ടാക്കുന്ന വിധം, ചേച്ചി ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതും ഉണ്ടാക്കുന്നതും കൊണ്ടാട്ടോ ഇങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട. കാരണം എന്താ പറയുക, കൊളസ്ട്രോൾ ഉള്ളവരും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് ഇതായി വരാനേ. ഇതിൽ ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്നറിയോ, കളർ കിട്ടാനോ വേറെ ഒന്നുമല്ല. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ കറിയിൽ ലേശം ഉൾപ്പെടുത്തുന്നത് നമ്മൾക്ക് നമ്മുടെ വയറിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പോയ്സൺ വരികയാണെങ്കിൽ അത് ഈ മഞ്ഞൾപ്പൊടി നല്ലതാത്ര മക്കളെ. പറഞ്ഞു കേട്ടതാണ് കേട്ടോ ചേച്ചി. ചേച്ചി വലിയ അറിവൊന്നുമില്ല. ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഇന്നലെ ചെയ്തതും ഒക്കെ എന്താ വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്നതേ. പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഇതൊക്കെ ആകെ 5 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. എന്താ, ഒരു സബോളയും ഒരു തക്കാളിയല്ലേ ആവശ്യമുള്ളൂ. ലേശം വറ്റൽമുളകും ഉണ്ട്, അല്ലെങ്കിൽ വറ്റൽമുളക് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം. പുളിയായി വന്നു, നമുക്ക് തക്കാളി ഇടാം മക്കളെ. ചെറിയ പണിയുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുമല്ല, നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെയല്ല നമ്മൾ അരയ്ക്കുന്നത്. 2-3 ദിവസം ഇരിക്കും. അത് ഇരിക്കാനൊന്നും ഉണ്ടാവില്ല, കാരണം അത് ടേസ്റ്റ് കാണുമ്പോൾ നമ്മൾ കഴിക്കില്ല. ഇതിലിപ്പോൾ ചേച്ചി ഇഞ്ചി ഒരു പൊട്ടിടാം. ഇഞ്ചി ഇട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് ചേച്ചിക്ക് കൊണ്ട് പറ്റുന്നില്ല. വെളുത്തുള്ളി ഇടുന്നവർക്ക് ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഒരു ഇല്ലിയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാനിട്ടില്ല. ചമ്മന്തി അപ്പോൾ മക്കളെ, തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ നേരത്തെ ആക്കി വെച്ച ആ മുളക് നമുക്കിതിൽ കൊട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇതായിക്കോട്ടെ. ഇത് കുഞ്ഞു മക്കൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചേച്ചി ഇത് പറഞ്ഞത്. കുട്ടികൾക്ക് എന്താണ് ഒന്നും അറിയാത്ത പിള്ളേരുണ്ടാവും. എല്ലാവർക്കും എല്ലാം അറിയാം. എങ്കിലും ഒക്കെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒന്ന് ആറട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം മക്കളോട് എനിക്ക് പറയാനുള്ളത്, ചേച്ചിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും കാണണം. ചേച്ചിന് നന്നല്ലാത്ത വീഡിയോയാണ് എങ്കിലും ചേച്ചി ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി ഇതിങ്ങനെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് വലിയ എഡിറ്റ് ചെയ്യാനോ അതൊന്നും ചേച്ചിക്ക് അറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്കിനി ഇത് മിക്സിയിലേക്ക് മാറ്റാം അല്ലേ. ചേച്ചി മിക്സിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അരച്ചെടുക്കാം. അപ്പോൾ മക്കളെ, ചേച്ചി ചമ്മന്തി അരച്ചു. നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. ഇതിൽ നമ്മൾ എന്താ പറയുക, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല.
ഇങ്ങനെ തന്നെ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്ത് ടേസ്റ്റ് അറിയാം മക്കളെ. ആ കറുവേപ്പിലിൻ്റെ മറ്റേ നമ്മുടെ വറ്റൽമുളകില്ലേ, വറമുളക്, അത് വറുത്തതിൻ്റെ എല്ലാം കൂടി ആ ടേസ്റ്റ് വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണണം. ചേച്ചിയുടെ വീഡിയോ നന്നല്ല എന്നറിയാം. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ നന്നല്ല എന്നറിയാം. അത് എല്ലാവരും കാണണടാ. ചേച്ചിനെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. ചേച്ചിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.